ബ്രഹ്മാണ്ടത്തിൽ നമ്മൾ ഗ്രഹസ്ഥിതികൾ കണക്കാക്കി എടുക്കുന്നത് നമ്മൾ ജനിക്കുന്ന രാശി എന്ന് പറയുന്നത് ഒരു സർക്കിളിന് ഒരു പോയിൻറ്റിന് ചുറ്റും 360 ഡിഗ്രിയാണ് ഒരു സർക്കിളെന്ന് നമുക്കറിയാം. അതിനെ 30 ഡിഗ്രി വീതം ഭാഗിച്ചിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഒരു രാശി. അത് നമ്മൾ മേടൻ രാശിയാണ് ഇതിൻ്റെ മേഷാശി പ്രഥമ നവർഷചരണ എന്ന് പറയുന്നുണ്ട്. മേടൻ രാശിയാണ് രാശികളിൽ വെച്ച ആദ്യ രാശി. രണ്ടാമത് ഇടവൻ രാശി. അപ്പം 30 രാശിയാണ് മേടൻ ഡിഗ്രിയെങ്കിൽ അടുത്ത 30 ഡിഗ്രിയാണ് ഇടവൻ രാശി, അടുത്ത 30 ഡിഗ്രിയാണ് മിഥുനൻ രാശി. അപ്പോൾ ഇങ്ങനെ ഒരു രാശികളിൽ ഇത്ര ഡിഗ്രി, ഇത്ര മിനിറ്റ്, ഇത്ര സെക്കൻഡിൽ ഗ്രഹങ്ങൾ ഏതെല്ലാം ഡിഗ്രി സ്ഫുടത്തിൽ നിൽക്കുന്നു അതനുസരിച്ചാണ് ഗ്രഹസ്ഥിതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ജാതകഫലം നമ്മൾ ചിന്തിക്കുന്നത്. പൊരുത്തം എന്ന് പറയുന്നത് മുമ്പ് കാലത്ത് ശരിക്കും അന്യോന്യം ഒരു പെണ്ണും ഒരു പയ്യനും അന്യോന്യം വീട്ടുകാർ പറഞ്ഞു കൊടുക്കുന്ന വിവാഹം നടത്തിക്കൊടുത്ത് ആചരിക്കുന്നൊരു സമ്പ്രദായമായിരുന്നു. ഈ കാലഘട്ടത്തിൽ അന്ന് പൊരുത്തം എത്രയും ഗൗരവമായി നോക്കേണ്ട കാര്യവുമില്ലായിരുന്നു. ഈ കാലഘട്ടം ശരിക്കും പാപസാമ്യതയും നക്ഷത്രപ്പൊരുത്തവും ദശാസന്ധിയും മറ്റും വിശദമായി നോക്കിയതിന് ശേഷം മാത്രമേ വിവാഹം നടത്തുന്നത് യോജിച്ചു വരത്തുള്ളൂ. അതെന്താ എന്ന് ചോദിച്ചാൽ, വിവാഹം കഴിച്ച് കഴിയുമ്പോൾ മുമ്പ് കാലത്ത് വീട്ടിൽ സ്വസ്ഥമായ ഒരു കുടുംബജീവിതം നയിച്ചിരുന്നൊരു സാഹചര്യം അല്ല ഇന്നത്തെ കാലഘട്ടം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് പെൺകുട്ടികൾക്കും കല്യാണം കഴിക്കുന്ന ആൺകുട്ടികൾക്കും വിവാഹത്തിന് മുമ്പ് തന്നെ അവരുടെ ജാതകത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന അനുഭവ വിഷയങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമായൊരു വിഷയമായിരിക്കും. അതായത് ശരിക്കൊരു പ്രീ കൗൺസിലിംഗ് തന്നെ ഈ കാലഘട്ടം ആവശ്യമാണ്. പൊരുത്തം നോക്കിയത് കൊണ്ടോ പാപസാമ്യത ഉണ്ടായതുകൊണ്ടോ ഒന്നും പരസ്പരം യോജിച്ച് പോകണമെന്നില്ല. കാരണം നമുക്ക് അനുഭവമുണ്ട്. വിവാഹത്തിന് മുൻപ് കൗൺസിൽ ചെയ്തിട്ടുള്ള പല കുട്ടികൾക്കും വിവാഹത്തിന് ശേഷം 2-3 കൊല്ലം കഴിഞ്ഞതിന് ശേഷം അവരോട് ഈ വിവരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, എങ്ങനെയുണ്ട് കുടുംബജീവിതം എന്ന് അന്വേഷിക്കുമ്പോൾ, അന്നൊരു അഡ്വൈസ് തന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ കുടുംബജീവിതം സ്വസ്ഥമായി കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്നേ തെറ്റിപ്പിരിഞ്ഞു പോയേനെയും എന്ന് പറയുന്നൊരു കാലഘട്ടം ഇപ്പോഴുണ്ട്. അതുകൊണ്ട് പാപസാമ്യതയും പൊരുത്തവുമൊക്കെ നോക്കിയാൽ പോലും പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വിവാഹത്തിന് മുമ്പ് തന്നെ അവരുടെ ജാതകത്തിലുണ്ടായേക്കാവുന്ന അനുഭവങ്ങൾ ഒരു ജ്യോത്സ്യനെ കൊണ്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അനുഭവിക്കുകയും അതനുസരിച്ച് പൊരുത്ത വിഷയം ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ കുടുംബജീവിതത്തിൽ കുറേ കൂടെ കാലത്തിനനുസരിച്ച് അനുകൂലമായി പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. മുഹൂർത്തം എന്ന് പറയുന്നത് ഈ നല്ല മുഹൂർത്തം നോക്കിയിട്ടൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് ഈ നല്ല സമയം നോക്കിയിട്ടല്ല ചെയ്യുന്നതെന്ന് വരികിൽ നമ്മൾ ഈ ജന്മത്തൊരു ദോഷ സമയത്താണ് ഒരു ശുഭകർമ്മം ഒരു ദോഷ സമയത്താണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പാപകർമ്മം ചെയ്യുന്നതിന് തുല്യമായിട്ട് തന്നെയാവും. നേരത്തെ പറഞ്ഞ പോലെ പ്രാഗ്ജന്മാർജിത കർമ്മഫലത്തിൽ നമ്മുടെ നല്ല സമയത്തല്ലാത്ത സമയം നോക്കി ഒരു കർമ്മം ചെയ്താൽ അതിൽ തന്നെ നമുക്ക് പ്രതിഫലിക്കപ്പെടുന്നത് ദോഷമായ അനുഭവങ്ങൾ ഉണ്ടാകുക എന്ന് മാത്രമല്ല, അത് നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ജന്മാന്തരകൃതമായിട്ട് അത് ദുരിതമായിട്ട് നമ്മുടെ ജാതകത്തിലേക്ക് പോലും ഈ മുഹൂർത്തം നോക്കി ചെയ്തില്ലെങ്കിൽ ദുരിതമായി പരിണമിക്കും. ഈ കാലഘട്ടത്തിൽ മുഹൂർത്തം നോക്കുന്നത്, ഇതൊരു ഉദാഹരണം പറഞ്ഞാൽ കല്യാണത്തിന് മുഹൂർത്തം നോക്കി വരുന്നത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തതിന് ശേഷം ജ്യോത്സ്യരെ കൊണ്ട് സമയം എടുപ്പിക്കാൻ മാത്രമാണ് വരുന്നത് പലരും. ശരിക്കും മുഹൂർത്തം ആളുകളുടെ സൗകര്യം നോക്കി മുഹൂർത്തം കുറിച്ച് കൊടുക്കുന്ന ജ്യോത്സ്യന്മാരും നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട്. അതുപോലെ തന്നെ ഈ ഓഡിറ്റോറിയമുള്ള ദിവസങ്ങൾ ബുക്ക് ചെയ്തതിന് ശേഷം അതനുസരിച്ച് മുഹൂർത്തം ജ്യോത്സ്യനും കുറിച്ച് തന്നാൽ മതി എന്നും പറഞ്ഞ് വരുന്ന ആൾക്കാരുമുണ്ട്. ഒരു കാരണവശാലും ജ്യോതിഷധർമ്മം വിട്ടിട്ട് മുഹൂർത്തം ഇല്ലാത്ത ദിവസം ഒരു കാരണവശാലും മുഹൂർത്തം കുറിച്ച് കൊടുക്കാൻ ജ്യോത്സ്യന്മാർ തയ്യാറാകരുതെന്നാണ് എനിക്ക് അഭിപ്രായം. ഈ പൂജാ കർമ്മം, ഹോമം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിലൂടെ ഫലസിദ്ധി ജ്യോതിശാസ്ത്രം അനുസരിച്ച് പരിഹരിക്കുന്ന ഒരു വിഷയം, അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന പരിഹാര മാർഗ്ഗങ്ങൾ തന്നെയാണ്. അതായത് ശരിക്കും ഒരു രോഗിയുടെ രോഗാവസ്ഥയ്ക്ക് പരിഹാരമായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കി തീർക്കുന്ന ഒരു കർമ്മഫലമാണ് ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തിയാൽ ഉണ്ടാകുന്ന ഫലം. അപ്പോൾ ശരിക്കും ഇപ്പോൾ ഒരാളുടെ ബോഡിയിൽ ഒരു ആൻറ്റിവൈറസ് ഉണ്ട്. ആ ആൻറ്റിവൈറസ് ശരിക്കും പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അത് പോസിറ്റീവായപ്പോൾ വൈറസ് ഉണ്ട്. ആ വൈറസ് ശരിക്കും പരിശോധിച്ച് പോസിറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അയാളുടെ ബോഡിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടാകും, അത് ദോഷമാകും എന്ന് കണ്ടിട്ട്
ഇവിടെ വന്ന് തന്നെ പരിഹാരം പറഞ്ഞു കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ച് മാസത്തിൽ ദിവസം തുടർച്ചയായിട്ട് മൃത്യുഞ്ജീവനം നടത്തി 4-5 മാസം കഴിഞ്ഞപ്പോൾ ഇത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ വൈറസ് നെഗറ്റീവായിട്ട് കാണാനാണ് ഇടയായത്. നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ഒരു ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് ഈ ഹോമാദിക്രിയകൾ ചെയ്യുന്നതിൻ്റെ ഫലാനുഭവം. ശരിക്കും മൃത്യുഞ്ജീവനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രോഗശാന്തിക്ക് നമ്മൾ വളരെയധികം ചികിത്സകൾ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ മൃത്യുഞ്ജീവനം രോഗശാന്തിക്ക് ഏറ്റവും ഉത്തമമായ ഒരു പരിഹാര ഹോമം തന്നെയാണ്. കർമ്മങ്ങൾ ചെയ്യുന്നതിന് ഫലമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കുണ്ടലിനെ ഉയർത്തുന്ന ഒരു മെഡിറ്റേഷൻ, ധ്യാനം, പൂജ, യോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ധാരാളം ചെയ്യുന്ന കർമ്മഫലം പോലെ ശബ്ദതരംഗങ്ങളിലൂടെ മന്ത്രങ്ങൾ ഉച്ചാരണം ചെയ്തിട്ട് അതിൻ്റെ കർമ്മഫലം തീർച്ചയായിട്ടും നമുക്ക് ഫലാനുഭവമായി തീരും. കലികാലത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് ശരിക്കും നാമജപമാണ്. ആ നാമജപമാണ് കലികാലത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് വേണ്ടത്. അത് വേണ്ടവണ്ണം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ രോഗങ്ങൾ തന്നെ പലതും കുറഞ്ഞു കിട്ടാനും അനുഗ്രഹമാവും. ശബരിമല ഉൾപ്പെടെ നിരവധി മഹാക്ഷേത്രങ്ങളിൽ പ്രശ്നജ്യോതിഷം കൈകാര്യം ചെയ്തിട്ടുള്ള ഇദ്ദേഹത്തെ തേടി നിത്യേന നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദുഃഖങ്ങളാലും ജീവിത ദുരിതങ്ങളാലും ദുഃഖസാഗരത്തിൽ മുങ്ങിത്താഴുന്ന പതിനായിരങ്ങൾക്ക് രക്ഷാമാർഗം ഉപദേശിക്കുമ്പോഴും കത്തിച്ചുവച്ച നിലവിളക്കിനു മുന്നിൽ അതിമനോഹരമായ ശാന്തതയുമായി ജ്യോതിഭൂഷണം ശ്രീനിവാസപിള്ള ഉണ്ടാവും. കായംകുളം എരുവയിലുള്ള പ്രശാന്തി എന്ന ഭവനത്തിൽ പതിനായിരങ്ങൾക്ക് പ്രശാന്തി പകർന്ന ചാരിതാർത്ഥ്യവുമായി